ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിർവാസ് ക്ലാസ്മേറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ NCERT ടെക്സ്റ്റ് ബുക്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ 2.3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ആണ്. So, our first question, a calorie is a unit of heat or energy and it equals about 4.2 joule, where 1 joule equal to 1 kilogram meter square second raised to -2. Suppose we employ a system of units in which the unit of mass equals alpha kg, the unit of length equals beta meter, the unit of time is gamma second. Show that a calorie has a magnitude 4.2, alpha raised to -1, beta raised to -2, gamma raised to 2 in terms of the new units. അതായത് ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത്, കലോറി എന്ന് പറയുന്നത് ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ദെൻ ഗാമ സ്ക്വയർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കാൻ കഴിയും, ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലിയർ ആയി. സോ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ 1 ജൂൾ ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണെന്ന് തന്നിട്ടുണ്ട്. ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടേ, 1 calorie equal to 4.2 alpha raised to -1 beta raised to -2 gamma square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആണല്ലോ. സോ കലോറി എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. സോ കലോറി ഈക്വൽ ടു എത്ര ജൂൾ ആണെന്ന് തന്നിട്ടുണ്ട്. ജൂള് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എന്ന് പറയുന്നത് SI യൂണിറ്റ് സിസ്റ്റത്തിൽ ഉള്ളതാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ള കലോറീനെ വേണം നമുക്ക് ആൽഫ ബീറ്റ ഗാമയുടെ ടേംസിലേക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, ജൂൾ അല്ലെങ്കിൽ കലോറി എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ, എനർജിയുടെ യൂണിറ്റ് ആണ്. സോ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ആദ്യം വേണ്ടത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരുന്നു? എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല mL² T raised to -2. ഇതാണ് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തെടുക്കാം, നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് യൂണിറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ. സോ N1 ഇൻറ്റു M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C ഈക്വൽ ടു N2 ഇൻറ്റു M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. ഇതാണ് നമ്മുടെ ഫോർമുല, നമുക്കൊരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ SI യൂണിറ്റിലെ ഓരോ വാല്യൂസും ദെൻ പുതിയ യൂണിറ്റ് സിസ്റ്റത്തിലെ വാല്യൂസും തമ്മിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. സോ N1 ഈക്വൽ ടു SI യൂണിറ്റിലാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. N1 ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, 4.2 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ M1 എന്ന് പറയുന്നത് എന്താ, 1 കിലോഗ്രാം ആണ്. ദെൻ L1 എന്ന് പറയുന്നത് എന്താ, L1 എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ദെൻ T1 എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി പുതിയ യൂണിറ്റിൽ എന്താ, N2 എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ M2 എന്ന് പറയുന്നത് എന്താന്ന് തന്നിട്ടുണ്ട്, ആൽഫ kg ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ L2 എന്ന് പറയുന്നത് ബീറ്റ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ T2 എന്ന് പറയുന്നത് ഗാമ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ആണല്ലോ. സോ ഇത്രയും വാല്യൂസ് നമുക്ക് എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് നോക്കാം എന്തുവരും, N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ N2 ഈക്വൽ ടു N1 ഇൻറ്റു M1 ബൈ M2 റേസ് ടു A, ദെൻ L1 ബൈ
L2 raised to B, then T1 by T2 raised to C. ക്ലിയർ ആണല്ലോ. സോ എന്ത് വരുമെന്ന് നോക്കിയേ, N1 പകരം N2 ഈക്വൽ ടു N1 പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4.2 എന്ന് കൊടുക്കാം. ദെൻ M1 പകരം 1 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ആൽഫ കിലോഗ്രാം. ക്ലിയർ ആണല്ലോ. ദെൻ ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്ന് എമ്മിന്റെ പവർ എന്താണ്, 1 ആണ്. സോ നെക്സ്റ്റ് L1 എന്ന് പറയുന്നത് എന്താ, 1 മീറ്റർ ഡിവൈഡഡ് ബൈ ബീറ്റ മീറ്റർ. ദെൻ ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്ന് എല്ലിന്റെ പവർ എത്രയാ, 2 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ടൈം T1 എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ദെൻ T2 എന്ന് പറയുന്നത് ഗാമ സെക്കൻഡ്. ക്ലിയർ ആണല്ലോ. ദെൻ ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്ന് ടിയുടെ പവർ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ. ദെൻ ഇനി നമുക്കപ്പോ എങ്ങനെ എഴുതാം, N2 ഈക്വൽ ടു 4.2 ഇൻറ്റു കിലോഗ്രാം കിലോഗ്രാം ക്യാൻസൽ ആയി. സോ 1 ബൈ ആൽഫ റേസ് ടു 1. സോ ഇങ്ങനെ വരും ആൽഫ റേസ് ടു -1. ഓക്കെ. ദെൻ മീറ്റർ മീറ്റർ ക്യാൻസൽ ആയി. ദെൻ 1 ബൈ ബീറ്റ റേസ് ടു 2, അതായത് ബീറ്റ റേസ് ടു -2. ദെൻ സെക്കൻഡ് സെക്കൻഡ് ക്യാൻസൽ ആയി. 1 ബൈ ഗാമ റേസ് ടു -2, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ സ്ക്വയർ. ഓക്കെ. സോ ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. 1 കലോറി ഈക്വൽ ടു എത്രയാണ്, 4.2 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ഗാമ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. So next question, the mass of a box measured by a grosser's balance is 2.3 kilogram. Two gold pieces of masses 20.15 gram and 20.17 gram are added to the box. What is the total mass of the box? The difference in the mass of the pieces to correct significant figures. Okay. സോ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, ഒരു ബോക്സ് ഉണ്ടായിരുന്നു, 2.3 കിലോഗ്രാം ഉള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിലേക്ക് 20.15 ഗ്രാമും 20.17 ഗ്രാമും ഉള്ള 2 ഗോൾഡ് പീസസ് ആഡ് ചെയ്തേക്കുന്നു. അതിന്റെ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. സോ എന്തായിരുന്നു, എങ്ങനെ എഴുതാം നമുക്ക്, ടോട്ടൽ മാസ് ഓഫ് ദ ബോക്സ്, ടോട്ടൽ മാസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 20.3 കിലോഗ്രാം പ്ലസ് 20.15 ഗ്രാം പ്ലസ് 20.17 ഗ്രാം ആണല്ലോ. ഇനി ഇതിൽ നോക്കിയേ, 20.3 കിലോഗ്രാമിലും മറ്റ് 2 ഗ്രാമിലുമാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒറ്റ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 20.3 പ്ലസ് 20.15 ഗ്രാമിനെ എങ്ങനെ എഴുതാം, 0.02015 ആണല്ലോ. ദെൻ 20.17നെയോ 0.02017 ആണല്ലോ. ഇതല്ലേ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ. സോ ടോട്ടൽ എത്ര വരും, 2.3432 കിലോഗ്രാം എന്ന് വരും ഇതിന്റെ ടോട്ടൽ മാസ്. പക്ഷെ നമുക്ക് എന്തിലാ വേണ്ടേ, കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിലാണ് വേണ്ടത്. അപ്പൊ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്മൾ എങ്ങനെ എടുക്കുക, നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള നമ്പർ എടുക്കുക. ദെൻ അതിന്റെ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്. സോ ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ വന്നിരിക്കുന്ന ഏതിനാ, ഇതിനാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത് ആണല്ലോ. ഇതില് ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ആൻസറിലും എത്രേ പാടുള്ളൂ, ഒറ്റ ഡിജിറ്റേ പാടുള്ളൂ. സോ നമുക്ക് എന്ത് വരും, 2.3 കിലോഗ്രാം എന്ന് ടോട്ടൽ വെയിറ്റ് വരും. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ഇനി എന്താ, 2 ഗോൾഡ് പീസസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. 2 ഗോൾഡ് പീസസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എത്രയാ, 20.17 മൈനസ് 20.15. രണ്ടും ഗ്രാമിലാണ്, നമുക്ക് യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യമില്ല. സോ ആൻസർ എന്ത് വരും, 0.02 ഗ്രാം എന്ന് വരും. സോ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെയാ, 2 മെഷർമെന്റ്സിനും ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് ആണുള്ളത് ആണല്ലോ. സോ ഇവിടെയും എന്താണ്, 2 ഡിജിറ്റ്സ്. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എററിൽ നിന്ന് വരുന്നതാണ് തേർഡ് ക്വസ്റ്റ്യൻ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P is related to 4 observable A, B, C and D as follows. The percentage error of measurement in A, B, C and D are 1%, 3%, 4% and 2% respectively.
What is the percentage error in the quantity P? If the value of P calculated using the above relation turns out 3.763, to what value should you round off the result? Okay. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോർമുല തന്നിട്ടുണ്ട്. ഈ ഫോർമുലയിലുള്ള ഓരോ വേരിയബിൾസ് എ ബി സി ഡിയുടെ പെർസെൻറ്റേജ് എററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പെർസെൻറ്റേജ് എറർ ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് എററിന്റെ റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അത് എല്ലാവരും കാണുക. ഓക്കെ, അപ്പൊ റിലേറ്റീവ് എറർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ആണല്ലോ. സോ ഡെൽറ്റ പി ബൈ പി ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ആണല്ലോ. 3 ഇൻറ്റു പവർ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഇതിന്റെ ബി യുടെ പവർ 2 ആണ്, 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 1/2 എന്ന് പറയുന്നത് എങ്ങനെ വന്നു, സി യുടെ പവർ എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ആണ് നമ്മുടെ ഇതിന്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് എറർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എല്ലാത്തിന്റെയും കൂടെ ഒരു 100 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആണല്ലോ. എല്ലാ ടേമിന്റും കൂടെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എറർ കിട്ടും. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, പെർസെൻറ്റേജ് എറർ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ആണ് എന്തെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ആണ് എന്ത് 3 പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ആണ് എന്ത് 4 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി 2 ആണല്ലോ. സോ നമുക്ക് എന്ത് വരും, 3 പ്ലസ് 6 പ്ലസ് ദെൻ 2 പ്ലസ് 2 എന്ത് വരും 13% എന്ന് പറയും. അപ്പം പി എന്ന് പറയുന്ന വേരിയബിളിന്റെ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പെർസെൻറ്റേജ് എറർ എന്താണ്, 13% ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്, if the value of p calculated using the above relation turns out 3.76, നമുക്ക് p യുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 3.763 എന്നാണ്. ഓക്കെ, ടു വാട്ട് വാല്യൂ ഷുഡ് യു റൗണ്ട് ഓഫ് ദി റിസൾട്ട്, നമ്മൾ ഏത് വാല്യൂയിലേക്ക് റിസൾട്ടിനെ റൗണ്ട് ഓഫ് ചെയ്യും, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് ഇത് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റ് 5-നേക്കാളും ഗ്രേറ്റർ ആണോ നോക്കണം. 5-നേക്കാളും ഗ്രേറ്റർ ആണ്. 5-നേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ 7 എന്ന് പറയുന്നത് എന്താവും, 8 ആവും. സോ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ 3.8 എന്നായിരിക്കും പി യുടെ വാല്യൂ കിട്ടുക. ഓക്കെ, so next problem, a book with many printing errors contains 4 different formulas for the displacement y of a particle undergoing a certain periodic motion. A, maximum displacement of the particle, V, speed of the particle, T, time period of motion. Rule out the wrong formulas on dimensional grounds. നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ഇത് തെറ്റ് ഏത് ശരി ഏത് എന്ന് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഓരോ വേരിയബിൾസ് ഏതാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു, y ഈക്വൽ ടു a sin 2π t by capital T. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ y എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ L. a എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ആണ്. സോ L ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ലെങ്ത് ആണ്. സോ ഡയമെൻഷൻ L. ദെൻ സൈൻ ഫംഗ്ഷൻ എടുത്തേ, 2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ അതിന് ഡയമെൻഷൻ ഇല്ല. ദെൻ t എന്ന് പറയുന്ന ടൈം, ഡയമെൻഷൻ ക്യാപിറ്റൽ T. t എന്ന് പറയുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നതും ടൈം ആണ്. സോ ക്യാപിറ്റൽ T ആണ് ഡയമെൻഷൻ. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഈ ഒരു സൈൻ ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി, L ഈക്വൽ ടു L എന്ന് പറഞ്ഞിട്ട് കിട്ടി ആണല്ലോ. സോ ഇക്വേഷൻ എന്താണ്, കറക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്, ഈക്വൽ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു, b y ഈക്വൽ ടു a sin vt. ഓക്കെ,
വൈയുടെ ഡയമെൻഷൻ ഡിസ്പ്ലേസ്മെന്റ് എൽ ആണ്. എ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, സോ ഡയമെൻഷൻ എൽ ആണ്. സൈൻ വി എന്ന് പറയുന്നത് എന്താ, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ്. എൽ ടി റേസ് ടു -1 ആണ് ഡയമെൻഷൻ. ദെൻ ടൈമിന്റെ സോ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോ നമുക്ക് എന്ത് വരും, എൽ ഈക്വൽ ടു എൽ സൈൻ എൽ എന്ന് വരും ആണല്ലോ. സോ ഇതെന്താണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ അല്ല, സോ ഇതെന്തായിരിക്കും, റോങ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ദെൻ സി y ഈക്വൽ ടു എ ബൈ ടി സൈൻ ടി ബൈ എ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഡയമെൻഷൻ വൈയുടെ ഡയമെൻഷൻ എൽ, എയുടെ ഡയമെൻഷൻ എൽ ബൈ ടൈം പീരീഡിന്റെ ഡയമെൻഷൻ ടി, ദെൻ സൈൻ ടൈം ടി ഡിവൈഡഡ് ബൈ എൽ. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ അല്ല, സോ ഈ ഇക്വേഷനും എന്താണ്, റോങ് ആണ്. നെക്സ്റ്റ് ഡി y ഈക്വൽ ടു എ ബൈ റൂട്ട് 2 സൈൻ 2 പൈ ടി ബൈ ടി പ്ലസ് കോസ് 2 പൈ ടി ബൈ ടി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വൈയുടെ ഡയമെൻഷൻ എൽ ആണ്. ദെൻ എയുടെ ഡയമെൻഷൻ എൽ, റൂട്ട് 2ന് ഡയമെൻഷൻ ഇല്ല. ദെൻ സൈൻ ഫംഗ്ഷൻ എടുത്താൽ 2 പൈക്ക് ഡയമെൻഷൻ ഇല്ല. ടൈം ടിയുടെ ഡയമെൻഷൻ ടി, ടൈം പീരീഡിന്റെ ഡയമെൻഷൻ ടി പ്ലസ് കോസിന്റെ 2 പൈക്ക് ഡയമെൻഷൻ ഇല്ല. സ്മോൾ ടിയുടെ ഡയമെൻഷൻ ടി, ദെൻ ക്യാപിറ്റൽ ടിയുടെ ഡയമെൻഷൻ ടി ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ എൽ ഈക്വൽ ടു എൽ എന്ന് വരും. സോ ഇതും എന്താണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. സോ ഇക്വേഷൻ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് റിലേറ്റ്സ് മൂവിംഗ് മാസ് m to the rest mass m0 of a particle in terms of its speed v and the speed of light c. This relation first arose as a consequence of special relativity due to Albert Einstein. A boy recalls the relation almost correct but forgets where to put the constant c. He writes, ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു, guess where to put the missing c. ഒരു ബോയ് ഈ ഒരു ഇക്വേഷനെ റീകളക്ട് ചെയ്തതാണ്. പക്ഷെ കളക്ട് ചെയ്തപ്പോൾ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടോ എന്നറിയാം, പക്ഷെ അതിനെ എവിടെ വെക്കണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കോൺസ്റ്റന്റിനെ എവിടെ വെക്കണമെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ എന്തെടുക്കുക, നമ്മുടെ ഈ ഇക്വേഷനെ ഒന്ന് എടുത്തെഴുതാണ്. m0 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ റേസ് ടു 1/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഓരോന്നിന്റെയും ഡയമെൻഷൻ എടുക്കാം. എമ്മിന്റെ ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ എം ഈക്വൽ ടു m0 എന്ന് പറയണേ മാസ് ആണ്, സോ ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ 1 എന്ന് പറയണ കോൺസ്റ്റന്റ് ആണ്. ദെൻ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല. ദെൻ വി എന്ന് പറയണ എന്താന്ന് തന്നിരിക്കുന്ന വെലോസിറ്റി ആണ് ആണല്ലോ. സോ വെലോസിറ്റി ആണ് എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിനൊരു സ്ക്വയർ ആണല്ലോ, റേസ് ടു 1/2. ഇതാണ് നമുക്ക് ഡയമെൻഷനിൽ കിട്ടുക ആണല്ലോ. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവിടെ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ എം ഉണ്ട്, റൈറ്റ് സൈഡിൽ എം ഉണ്ട്. സോ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും എം മാത്രം മതി ആണല്ലോ. സോ ഇനി എന്താ ഉള്ളത്, സി നമുക്ക് വെക്കണ്ട എക്സ്ട്രാ ഇതിനകത്തിൽ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത ടേം എന്ന് പറയുന്ന സി ആണ്. ഈ സിയുടെ ഡയമെൻഷൻ എന്താ, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ ഡയമെൻഷൻ എന്തായിരിക്കും, എൽ ടി റേസ് ടു -1 ആണ് ഇതിന്റെ ഡയമെൻഷൻ ആണല്ലോ. സിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. സോ ഈ എൽ ടി റേസ് ടു -1 എവിടെ വന്നാൽ പറ്റും, ഇതിന്റെ ഈ വിയുടെ താഴെ അല്ലെ. എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ എൽ ടി റേസ് ടു -1 വന്നാൽ എന്ത് പറ്റും, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പൊക്കോളും. സോ എം ഈക്വൽ ടു എം എന്ന് വരും. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എം ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ അല്ലെങ്കിൽ വി ബൈ സി ഹോൾ സ്ക്വയർ, ഓക്കെ, റേസ് ടു 1/2. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഒന്നുകൂടെ എഴുതാം, എം ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി ബൈ സി ദ ഹോൾ സ്ക്വയർ റേസ് ടു 1/2. സോ എവിടെയാണ് സി വെക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
When the planet Jupiter is at a distance of 824.7 million kilometers from the Earth, its angular diameter is measured to be 35.72 second of hour. Calculate the diameter of the Jupiter. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ വേണ്ട? ജൂപ്പിറ്ററിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജൂപ്പിറ്ററും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ദെൻ അതിന്റെ ആംഗുലർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. സോ ഇത് ഏത് മെത്തേഡ് ആയിരിക്കും? പാരലാക്സ് മെത്തേഡ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ പാരലാക്സ് മെത്തേഡ് എന്താണ്? പാരലാക്സ് മെത്തേഡ് എന്നുള്ളത് വീഡിയോ ഉണ്ട്, എല്ലാവരും ആ വീഡിയോ കാണുക. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് പാരലാക്സ് മെത്തേഡ് ആണ്. സോ പാരലാക്സ് മെത്തേഡ് വെച്ച് ഈ ക്വസ്റ്റ്യനും ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ഫിഗർ ആദ്യം വരയ്ക്കാം. സോ ജൂപ്പിറ്ററിൽ നിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് എർത്ത്. ഓക്കെ, എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 824.7 മില്യൺ കിലോമീറ്റർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ ഒരു ആംഗുലർ ഡയമീറ്ററും തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 35.72 സെക്കൻഡ് ആണ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നു, ഇതിനെ സ്മോൾ ഡി. ദെൻ ഇത് ഈക്വൽ ടു തീറ്റ. ക്ലിയർ ആണല്ലോ. സോ പാരലാക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്കറിയാം എന്താ? ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു d by theta ആണല്ലോ. പാരലാക്സ് മെത്തേഡ് അനുസരിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലാനറ്റ് ഈക്വൽ ടു ഡയമീറ്റർ ഡിവൈഡഡ് ബൈ തീറ്റ ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? ഡയമീറ്റർ ആണ്. സോ ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഇൻറ്റു തീറ്റ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ഇൻറ്റു തീറ്റ. ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വാല്യൂസ് എടുക്കാം. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താ? ഇവിടെ 824.7 മില്യൺ കിലോമീറ്റർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? മില്യൺ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻറ്റു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ഇൻറ്റു കിലോമീറ്റർ 10⁻3. ഓക്കെ, ഇതാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന വാല്യൂ. നെക്സ്റ്റ് ഇനി എന്താ? തീറ്റ. തീറ്റ തന്നിരിക്കുന്ന എത്ര? സെക്കൻഡിലാണ്. നമുക്ക് എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 35.72 സെക്കൻഡിനെ റേഡിയനിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 4.85 ഇൻറ്റു 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡിലുള്ളതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 1.73 ഇൻറ്റു 10⁻⁻4 റേഡിയൻ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. ഡയമീറ്റർ ഡി ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ. ഓക്കെ, സോ ഡി ഈക്വൽ ടു 824.7 ഇൻറ്റു 10⁻9 ഇൻറ്റു 1.73 ഇൻറ്റു 10⁻⁻4. സോ ആൻസർ ഈസ് 1.426 ഇൻറ്റു 10⁻8 മീറ്റർ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1.43 ഇൻറ്റു 10⁻5 കിലോമീറ്റർ. സോ ഇതാണ് നമ്മളുടെ ജൂപ്പിറ്ററിന്റെ ഡയമീറ്റർ. ക്ലിയർ ആണല്ലോ. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.